2025-26 മൂന്നാം ക്ലാസ് അറബിക് വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഒന്നാമത്തെ ചോദ്യം, നുക്മിലുൽ മൻലൂമ, കവിത പൂരിപ്പിക്കാം. അബിയൽ അബിയൽ ഫുല്ലുൻ അബിയൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അബിയൽ എന്നാൽ വെളുത്ത നിറം, വെളുപ്പ് വെളുപ്പ്. ഫുല്ലുൻ അബിയൽ, ഫുല്ല് മുല്ലപ്പൂവ്, ഒരു പൂവാണ്, വെള്ളപ്പൂവ്. അതേപോലെ അസ്ഫർ, അസ്ഫറിന് നമ്മൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം. അസ്ഫർ അസ്ഫർ, മൗസുൻ അസ്ഫർ. മൗസ് പഴം, മഞ്ഞ നിറമാണല്ലോ, അതുകൊണ്ട് മൗസ് എന്ന് വെക്കാം. ഇനി മൗസല്ല, മഞ്ഞ നിറമുള്ള ഏത് വാക്ക് വെച്ചാലും മതി. അടുത്തത് അഹ്മറാണ്, ചുവപ്പ്. അഹ്മർ അഹ്മർ, വർദുൻ അഹ്മർ, ചുവന്ന റോസാപ്പൂ. ഇനി അഹ്ലർ, പച്ചയാണ് അല്ലേ, പച്ച ഇലയാണുള്ളത്, അതുകൊണ്ട് അഹ്ലർ അഹ്ലർ, വറക്കുൻ അഹ്ലർ. ഇലക്ക് വറക്കുൻ എന്നാണ് പറയുക, അങ്ങനെ എഴുതുക. ഇനി ഈ നിറങ്ങളിലുള്ള ഏത് വസ്തുവിൻ്റെ പേര് വെച്ചാലും ഉത്തരം ശരിയാണ്. ഇനി ഇവിടെ ആന, കറുത്ത നിറത്തിലുള്ള ആനയായതുകൊണ്ട് ഫീലുൻ അസ്വദ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫീലുൻ അസ്വദു, കറുത്ത ആന. അതേപോലെ ഈ നിറങ്ങൾ ഇവിടെ എഴുതണം. കമീസുൻ അബിയലു, വെളുത്ത ഷർട്ട്. കമീസുൻ ഷർട്ട്, അബിയൽ വെളുത്ത. കമീസുൻ അബിയൽ, വെളുത്ത ഷർട്ട്. കൂബ്, കപ്പിന് എന്താ പറയുക? കൂബ് അല്ലേ. കപ്പിൻ്റെ നിറവും വെളുപ്പാണ് കാണുന്നത്, അതുകൊണ്ട് കൂബുൻ അബിയൽ എന്ന് എഴുതാം, വെളുത്ത കപ്പ്. ഇനി നമ്മുടെ പാഠഭാഗത്ത് കപ്പിന് മഞ്ഞ നിറം കൊടുത്തിരുന്നു അല്ലേ? അല്ല, ഓറഞ്ച് നിറം കൊടുത്തിരുന്നു. ഓറഞ്ച് നിറത്തിന് എന്താ പറയുക? ബുർത്തുകാലിയുൻ. അതുകൊണ്ട് കൂബുൻ ബുർത്തുകാലിയുൻ എന്നെഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ആ ചോദ്യം അല്ലെങ്കിൽ ഇതെഴുതണം. നക്തുബുൽ ജുമല, സെൻറ്റൻസുകൾ എഴുതണം. ബിസ്തിഖ്ദാമിൽ അസ്മായി, പേരുകൾ ഉപയോഗിച്ചുകൊണ്ട്. വനംല ബിഹ അസല്ലാത്തി, എന്നിട്ട് ബാസ്ക്കറ്റുകൾ നിറക്കണം, ഫില്ല് ചെയ്യണം. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. ഇതൊരു ബാസ്ക്കറ്റാണ് അല്ലേ. ഈ ബാസ്ക്കറ്റിൻ്റെ അടിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? സല്ലത്തുൽ ഫവാക്കിഹി, ഫവാക്കിഹിൻ്റെ ബാസ്ക്കറ്റ്. ഫവാക്കിഹി ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റാണ് ഇവിടെ ഉള്ളത്. ഇത് രണ്ടാമത്തെ ബാസ്ക്കറ്റ്. ഇതിൽ എഴുതിയിരിക്കുന്നത് സല്ലത്തുൽ ഹളറാവാത്ത്, പച്ചക്കറികളുടെ ബാസ്ക്കറ്റ്. അപ്പോൾ ഇവിടെ കുറേ പച്ചക്കറിയുടെയും ഫ്രൂട്ടിൻ്റെയും പേര് എഴുതിയിട്ടുണ്ട്. ആ പേരുകളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ ആദ്യം ഉദാഹരണമായിട്ട് ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. അന തുഫാഹുൻ, ഞാനൊരു ആപ്പിളാണ്, ഞാൻ ആപ്പിളാണ്. ലൗനി അഹ്മർ, എൻ്റെ നിറം ചുവപ്പാണ്. അതേപോലെയാണ് മറ്റുള്ള വാക്കുകളും എഴുതേണ്ടത്. ഈ ബോക്സിലുള്ള വാക്കുകൾ വായിച്ചു നോക്കാം. അതിൽ നിന്നും ഫവാക്കിഹ് ഏതൊക്കെയാണ്, ഹളറാവാത്ത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. തൊമാത്തിം, തക്കാളി. ബിത്തീഹ്, തണ്ണിമത്തൻ. ഖിയാർ, കക്കിരി. മൗസ്, പഴം. സൂമ്, വെളുത്തുള്ളി. ജസർ, ക്യാരറ്റ്. റുമ്മാൻ പഴം. ബാമിയ, വെണ്ട. ബുർത്തുക്കാല്, നാരങ്ങ. ഇതിൽ അന തുഫാഹുൻ ആ കോളത്തിൽ, സല്ലത്തുൽ ഫവാക്കിഹിൻ്റെ കോളത്തിൽ നമുക്ക് ഏതെങ്കിലും രണ്ട് പഴത്തിൻ്റെ പേര് എഴുതാം. അന ബിത്തീഹുൻ, ഞാൻ വാട്ടർമെലണാണ്. ലൗനി അഹ്ലറു, എൻ്റെ നിറം പച്ചയാണ്. ഇനി അന മൗസുൻ, ഞാൻ പഴമാണ്. ലൗനി അസ്ഫർ, എൻ്റെ നിറം മഞ്ഞയാണ്. അതേപോലെ ഇനിയും ഇവിടെ ഫ്രൂട്ടുണ്ട് അല്ലേ, റുമ്മാനുണ്ട്, പിന്നെ ബുർത്തുക്കാലുണ്ട്, അവയും എഴുതാവുന്നതാണ്. അതേപോലെ അടുത്തത് 3 എഴുതണം. അന തൊമാത്തിം, ഞാൻ തക്കാളിയാണ്. ലൗനി അഹ്മർ, എൻ്റെ നിറം ചുവപ്പാണ്. അന ഖിയാറുൻ, ഞാൻ കക്കിരിയാണ്. ലൗനി അഹ്ലർ, എൻ്റെ നിറം പച്ചയാണ്. അന ജസറുൻ, ഞാൻ ക്യാരറ്റാണ്. ലൗനി ബുർത്തുകാലിയുൻ, എൻ്റെ നിറം ഓറഞ്ചാണ്. അങ്ങനെ എഴുതുക. നുക്മിലുൽ ഹിവാറ, സംഭാഷണം പൂരിപ്പിക്കാം. ഇജ്തമ അൽ അസ്തിഖാഉ ഇൻദൻ നഹരി, കൂട്ടുകാർ പുഴയുടെ അടുക്കൽ ഒരുമിച്ചു കൂടി. അസമു അല മുഹാഫലത്തിൻ നഹരി, പുഴ സംരക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. ഫദാറ ബൈനഹും ഹിവാറുൻ, അങ്ങനെ അവർക്കിടയിലൊരു സംഭാഷണം നടന്നു. ആ സംഭാഷണം നമ്മൾ പൂരിപ്പിക്കണം. പൂരിപ്പിക്കാനുള്ള വാക്കുകൾ ഇവിടെയുണ്ട്. യുറത്തിബു, യുറത്തിബു എന്നാൽ ക്രമീകരിക്കുന്നു, അടുക്കി വെക്കുന്നു, അടുക്കും ചിട്ടയോടെ വെക്കുക, അതിനാണ് റത്തബ എന്ന് പറയുക. യുൽക്കി, യുൽക്കി എന്നാൽ ഇടുന്നു,
പിന്നെ തുറത്തിബു, യുറത്തിബു, തുറത്തിബു, ഉറത്തിബു, മൂന്നും ഒരേ അർത്ഥമാണ്. യുറത്തിബു എന്നാൽ അവൻ ക്രമീകരിക്കുന്നു, തുറത്തിബു അവൾ ക്രമീകരിക്കുന്നു, ഉറത്തിബു ഞാൻ ക്രമീകരിക്കുന്നു. അത് ഓരോ സന്ദർഭം അനുസരിച്ച് നമുക്ക് വെക്കാം. സംഭാഷണം വായിച്ചു നോക്കാം. അർഷിദ് ആദ്യം പറയുകയാണ് മസാ ഉൽ ഖൈർ. അപ്പോൾ കൂട്ടുകാരെന്ത് പറയും? അൽ അസ്തിഖാ, കൂട്ടുകാർ മസാ ഉന്നൂർ എന്ന് പറഞ്ഞു. അർഷിദ് നക്കൂമു ബി നലാഫത്തിൽ ഹദീഖ, നമുക്ക് തോട്ടം വൃത്തിയാക്കാം. മൻ യുറത്തിബുൽ മഖായിദ, ബെഞ്ചുകളൊക്കെ ആരാണ് ക്രമീകരിക്കുക? മൻ യുറത്തിബു, ആര് ക്രമീകരിക്കും? അൽ മഖായിദ, ബെഞ്ചുകൾ ആര് ചെയ്യും എന്നുള്ളതിന് യുറത്തിബു എന്ന് പറയാം. ഇനി അപ്പോൾ റഷീദ പറയുകയാണ് അന ഡാഷ് അൽ മഖായിദ, ഞാൻ ബെഞ്ചുകൾ ക്രമീകരിക്കും. അന എന്നാൽ ഞാൻ ക്രമീകരിക്കും എന്നുള്ളതിന് ഉറത്തിബു ആണ് പറയേണ്ടത് അല്ലേ? ഇവിടെ യുറത്തിബുവും തുറത്തിബുവും യുൽക്കിയുമുണ്ട്. ഞാൻ എന്ന് വന്നാൽ ഉ എന്നായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ആ എന്ന്. ഇവിടെ ഉ അല്ലെങ്കിൽ ആ ഉള്ളത് ഉറത്തിബു അടിയുള്ളത് മാത്രമാണല്ലേ, അതുകൊണ്ട് അതാണ് ശരി. അന ഉറത്തിബുൽ മഖായിദ, ബെഞ്ചുകൾ ഞാൻ അടുക്കി വെക്കാം. അർഷിദ് മൻ യുൽക്കി അൽ ഫളലാത്തി ഫിസ്സല്ല, ആരാണ് മാലിന്യങ്ങൾ കൊട്ടയിൽ, മാലിന്യങ്ങൾ ബാസ്ക്കറ്റിൽ ഇടുന്നത് ആരാണ്? ആരിടും? അപ്പൊ ഷമീൽ പറയുന്നു രാജു യുൽക്കി അൽ ഫളലാത്തി ഫിസ്സല്ല, രാജു മാലിന്യങ്ങൾ കൊട്ടയിലിടും എന്ന് പറഞ്ഞു. രാജു ആൺകുട്ടിയാണല്ലേ, അതുകൊണ്ടാണ് യുൽക്കി എന്ന് പറഞ്ഞത്, ഇടും എന്ന്. പെൺകുട്ടിയാണെങ്കിൽ തുൽക്കി എന്നാണ് പറയുക. ഇവിടെ യുറത്തിബു അല്ലെങ്കിൽ യുറത്തിബു യോജിക്കുമോ? ഇല്ല, മാലിന്യങ്ങൾ അടുക്കി വെക്കുകയല്ല ചെയ്യുക, മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുക, ഇടുകയാണ് ചെയ്യുക അല്ലേ. അതുകൊണ്ട് കൊട്ടയിൽ അല്ലെങ്കിൽ ബാസ്ക്കറ്റിൽ മാലിന്യങ്ങൾ രാജു ഇടും എന്ന് പറഞ്ഞു. അപ്പൊ അർഷിദ് ചോദിച്ചു മൻ യുറത്തിബു ഷത്ലാത്ത്, തൈകൾ ആരാണ് അടുക്കി വെക്കുക? ചെടികൾ, തൈകൾ. അപ്പൊ റഷീദ് പറയുന്നു സഹല തുറത്തിബു ഷത്ലാത്ത്, സഹല തൈകൾ അടുക്കി വെക്കും. സഹല പെൺകുട്ടി ആയതുകൊണ്ട് തുറത്തിബു. ഓക്കെ, ഇനി അൽ അസ്തിഖ, കൂട്ടുകാർ പറയുന്നു ഹയ്യാ നബ്ദ, വരൂ നമുക്ക് തുടങ്ങാം. നുമയ്യിസു തസ്രീഹാത്തിൽ ഹാത്തി അത്തവ സ്വഹീഹത്ത, താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായതും തെറ്റായതും വേർതിരിക്കണം. ഇതാ, എന്നിട്ട് ഈ കോളത്തിൽ എഴുതുക. ഇതിൽ ശരിയായവ അസ്വഹീഹ എന്ന കോളത്തിലും തെറ്റായവ അൽ ഹാത്തി എന്ന കോളത്തിലുമാണ് എഴുതേണ്ടത്. ശരിയായവ ഏതൊക്കെയാണെന്ന് നോക്കാം. ലാ തുളയ്യ വഖ്തക മഅൽ ജവാൽ, നിന്റെ സമയം മൊബൈൽ ഫോണിൻ്റെ കൂടെ മൊബൈൽ ഫോണിൻ്റെ കൂടെ നഷ്ടപ്പെടുത്തരുത്. അതൊരു ശരിയായ സെൻറ്റൻസ് ആണല്ലേ. മൊബൈൽ ഫോണിൻ്റെ കൂടെ സമയം ചിലവഴിച്ച് സമയം പാഴാക്കരുത് എന്ന് പറയുന്നതാണ്. അപ്പോഴത് ശരിയാണ്. ഇനി 2, അൽ യൂട്യൂബു ഫീഹിൽ ഖൈറു വശറു, യൂട്യൂബിൽ നന്മയും തിന്മയുമുണ്ട്. നല്ല കാര്യങ്ങളും മോശമായ കാര്യങ്ങളും യൂട്യൂബിലുണ്ട്, അതും ശരിയാണ്. പിന്നെ ഹുസിൽ ജവ്വാല ബി ഇദിനിൽ വാലിദൈനി, മാതാപിതാക്കളുടെ സമ്മതത്തോടെ മൊബൈൽ ഫോൺ എടുക്കുക, അതും ശരിയാണ്. മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ കുട്ടികൾ മൊബൈൽ ഫോൺ എടുക്കാൻ പാടില്ല. ഇനി അൽ ഹാത്തിയത്ത്, തെറ്റായ സെന്റൻസുകൾ ഏതൊക്കെയാണ്? ഫിൽ ജവ്വാലി അൽ ഖൈർ ഫഖത്ത്, മൊബൈൽ ഫോണിൽ നല്ലത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലേ. മൊബൈൽ ഫോണിൽ നല്ലതും ചീത്തയുമുണ്ട്. അൽ ജവ്വാലു ലാ യുസാഇദുക അല ദിറാസ, മൊബൈൽ ഫോൺ നിന്നെ പഠനത്തിന് സഹായിക്കുകയില്ല, അതും തെറ്റാണ്. മൊബൈൽ ഫോൺ നമ്മളെ പഠനത്തിന് സഹായിക്കാറുണ്ട്. അപ്പോൾ ആ 2 സെന്റൻസുകൾ തെറ്റാണ്. ഇനി നുക്മിലുൽ ഫിഖ്റത്ത, ഇവിടെ ഒരു ഫിഖ്റത്ത്, ഒരു പാരഗ്രാഫ് കാണുന്നുണ്ട്, അത് പൂരിപ്പിക്കാം. അന ത്വാലിബുൻ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഇസ്മി മുഹമ്മദുൻ, എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഇസ്മി എൻ്റെ പേര്, അവിടെ ഏതെങ്കിലും ഒരു പേര് വെക്കുക. ഇസ്മു വാലിദി, എൻ്റെ ഉപ്പയുടെ പേര് റാഷിദുൻ, അവിടെയും ഒരു പേര് വെക്കുക. എൻ്റെ ഉപ്പയുടെ പേര് റാഷിദാണ്. പിന്നെയോ ഉംരി സബു സനവാത്തിൻ, എൻ്റെ വയസ്സ്, ഉംർ മീൻസ് എൻ്റെ പ്രായം സബു സനവാത്തിൻ 7 വയസ്സാണ്. എൻ്റെ പ്രായം 7 വയസ്സാണ്. ഇനി അവിടെ 7 എന്ന അക്കത്തിൽ എഴുതിയാലും മതി, സബു എന്ന് മാത്രം എഴുതിയാലും മതി. എങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. സബുവോ സിത്തോ ഏത് എഴുതിയാലും മതി. ഒഹിബു ദിറാസത്ത, ഞാൻ പഠനം ഇഷ്ടപ്പെടുന്നു, ഞാൻ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇനി അവിടെ ദിറാസത്തിന് പകരം എന്ത് വേണമെങ്കിലും എഴുതാം. ഒഹിബുൽ കിതാബ, ഞാൻ പുസ്തകം ഇഷ്ടപ്പെടുന്നു. ഒഹിബു അബി, ഞാൻ എൻ്റെ ഉപ്പയെ ഇഷ്ടപ്പെടുന്നു. ഒഹിബുൽ ലാബ, ഞാൻ കളി ഇഷ്ടപ്പെടുന്നു. അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം.
ഉഹിബ്ബു അദ്ദറാജ, സൈക്കിൾ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഇനി അനഫി സൊഫി സാലിസ്, ഞാൻ 3-ാം ക്ലാസ്സിലാണ്. അവിടെയും ഏത് വേണമെങ്കിലും വെക്കാം. അനഫി സൊഫി സാനി, 2-ാം ക്ലാസ്സിലാണെന്ന് വെക്കാം. അറാബി 4-ാം ക്ലാസ്സിലാണെന്ന് ഒക്കെ വെക്കാം. അഹത്തരിമുൽ ജമിയ, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നു. ഇനി ബി, ഒന്നുകിൽ ഇതെഴുതുക അല്ലെങ്കിൽ ബി ഇതെഴുതുക. നക്തുബുൽ ജുമല, സെന്റൻസുകൾ എഴുതണം. ബിസ്തിഖ്ദാമിൽ അൽഫാദിൽ മുനാസിബ, അനുയോജ്യമായ വാക്കുകൾ വെച്ചുകൊണ്ട്. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. ഉദാഹരണം ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നു. യുഷാഹിദുൽ വലതു ലാബ കുറത്തിൽ ഖദം, കുട്ടി ഫുട്ബോൾ കളി കാണുന്നു. യുഷാഹിദു കാണുന്നു. അതേപോലെ മറ്റുള്ളവയും ഇവിടെയുള്ള ചിത്രങ്ങൾ നോക്കി പൂരിപ്പിക്കണം. ഫുട്ബോളിന്റെ ചിത്രം കൊടുത്തുകൊണ്ടാണ് ഖുറത്തുൽ ഖദം എന്ന് എഴുതിയത്. രണ്ടാമത്തത് യൽ അബു ഡാഷ്, അപ്പോൾ യൽ അബുൽ വലതു, കുട്ടി കളിക്കുന്നു. ലാബ ക്രിക്കറ്റ്, ക്രിക്കറ്റ് കളി കളിക്കുന്നു. കാരണം ക്രിക്കറ്റ് ബാറ്റാണ് ചിത്രമുള്ളത്. മൂന്നാമത്തത് തൽ അബു ആണ്. തൽ അബു ആകുമ്പോൾ വലത് വരില്ല, പെൺകുട്ടിയാണ് വരിക അല്ലേ? അപ്പോൾ ബിന്ദു. തൽ അബുൽ ബിന്ദു, പെൺകുട്ടി കളിക്കുന്നു. ലാബ ഹോക്കി, ഹോക്കി സ്റ്റിക്കും ബോളുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലാബ ഹോക്കി, ഹോക്കി കളി കളിക്കുന്നു. ഫാസൽ വലതു, ഫാസ എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ആൺകുട്ടിയാണ് വരിക. പെൺകുട്ടിയാണെങ്കിൽ ഫാസത്ത് എന്ന് പറയുമായിരുന്നു. ഫാസൽ വലതു, കുട്ടി വിജയിച്ചു, ആൺകുട്ടി വിജയിച്ചു. ഫീ ലാബി അരീഷത്തി ത്വായറ, ഷട്ടിൽ ബാറ്റ് അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിയിൽ കുട്ടി വിജയിച്ചു. അരീഷത്തു ത്വായറ. ഉഷാഹിദു ലാബ കുറത്തസല്ല, ഞാൻ ബാസ്കറ്റ് ബോൾ കളി കാണുന്നു. ഉഷാഹിദു, ഞാൻ കാണുന്നു. ലാബ കുറത്തിസല്ല, ബാസ്കറ്റ് ബോൾ കളി. ഓക്കെ, ഇനി നസ്ലു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ യോജിപ്പിക്കാം. ഫവാക്കിഹ്, ഉദാഹരണം തുയൂർ എന്നാണുള്ളത് അല്ലേ? തുയൂർ എന്നത് പക്ഷികൾ എന്നാണ് അർത്ഥം. ബുൽബുലിന്റെ നേരെ വരച്ചിട്ടുണ്ട്. ബുൽബുല് പക്ഷിയാണ്. അതേപോലെ മറ്റുള്ളവയും. ഫവാക്കിഹ്, പഴങ്ങൾ, അത് തുഫാഹ്, ആപ്പിൾ അല്ലേ? അതാണ് ഇവിടെ പഴം. ഹദറാവാത്ത്, പച്ചക്കറികൾ. ബാമിയ, വെണ്ടക്ക പച്ചക്കറിയാണ്. അൽ ആബ്, കളികൾ, ക്രിക്കറ്റ്, ക്രിക്കറ്റാണ് കളി. അസ്ഹാർ, പൂക്കൾ. വർദ്ധത്ത്, തുയൂർ പക്ഷികൾ. ബുൽബുല്. അൽ ഹൈവാനാത്ത്, മൃഗങ്ങൾ. അർണബ്. ഇങ്ങനെ വരച്ചാൽ മതി. എളുപ്പമുള്ള ചോദ്യമാണ്.